ഹായ്, ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഇന്ന് ഒരാളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതാരാന്ന് നോക്കാം. ഹായ്, എൻ്റെ ചേച്ചിയാണ്. ചേച്ചി മുണ്ടത്തിയോടാണ് വീട്. പാനന്തൂവിന് ഞങ്ങളെ കാണാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓടി വരും. മോൻ ഒഴിവ് കിട്ടുന്നതനുസരിച്ചാണ് വരിക. അപ്പം ഇന്ന് ഞങ്ങളെ കാണാനായിട്ട് ഓടി വന്നിട്ടുണ്ട്. ഇതേ അനന്ത് കൂടെ ഉണ്ട്. അനന്ത് ഭയങ്കര ഹാപ്പിയാണ് വിജു വല്യമ്മ വന്നതിന്. കാരണം വിജു വല്യമ്മ വന്ന കുറേ നേരം അവനോട് സംസാരിച്ചിരിക്കും കേട്ടോ. അതാണ് അവനിഷ്ടം. ഇതേ അവന് കൊടുത്തിട്ടുള്ള ബിസ്ക്കറ്റ്, സ്നിക്കേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്ത് ഹാപ്പി ആയി മിഠായി കിട്ടിയപ്പോ അല്ലേ എന്തു? പിന്നെന്താ വിശേഷം? എന്താ പരിപാടി നിങ്ങൾ രണ്ടാളും കൂടി? വർത്തമാനം പറയുന്നു. എന്തിനെ കുറിച്ചാ പറയണേ? എല്ലാം വിശേഷം. പിന്നെ പൊതുവായ വിശേഷം. പിന്നെ ഇപ്പൊ വിഷുവായി അതിന്റെ ഓരോ കാര്യങ്ങൾ പറയുന്നു. അതെല്ലേ. പരീക്ഷയൊക്കെ നല്ല എളുപ്പുണ്ടായിരുന്നു. വിചാരിച്ച പോയ പേരുണ്ടായിരുന്നു എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ. പക്ഷെ നല്ല എളുപ്പുണ്ടായിരുന്നു. അതൊക്കെ പരീക്ഷയായ കാര്യം ഇപ്പൊ കാണാറില്ല. ഇപ്പൊ കാണാം. പ്രഭാഷണങ്ങളൊക്കെ കേൾക്കണം. പ്രഭാഷണം കേട്ടോളൂ കേട്ടാ. നല്ലതാ. വിജു വരുമ്പോ വ്യാസന്റെ പ്രഭാഷണം കേൾക്കണ്ട്. വ്യാസന്റെ ഗുരുവായൂര് നല്ല പ്രഭാഷണം. അത് മൊബൈലിൽ കിട്ടുമോ? അല്ലല്ല, വ്യാസൻ കൊണ്ടൊരാളാണ്. അതല്ലാതിരിക്കും പോയി പ്രഭാഷണം പറഞ്ഞ കുട്ടി. ആദ്യം പ്രായാമത്തിലാണ് കുട്ടി. വ്യാസൻ പേരില്ല, അടിച്ചു കൊടുത്ത് നോക്കാം. പിന്നെ സവിത ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തരും നമുക്ക്. വഴിപാടുകൾ മുടിഞ്ഞ് അങ്ങനെ ഓരോ കാര്യങ്ങൾ. അതന്നെ അതാവും സവിത. സവിത വേറെ, വ്യാസൻ അയ്യോ വലിയ പോണം വണ്ടിയില വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ ഉണ്ണിക്കണ്ണൻ ഓടി വരുന്നത് നമുക്ക്. നമ്മള് ഉണ്ണിക്കണ്ണന് പൈസയൊന്നും കൊടുത്ത് സന്തോഷിപ്പിക്കരുതായിരുന്നു. അതായത് നമുക്കൊരു കാര്യം നേടാനായിട്ട് നമ്മള് പൈസ കൊടുക്കരുതെന്ന് ഭഗവാന്. അത് പൈസ കൊടുത്തിട്ട് നമുക്ക് ഇന്ന കാര്യം നേടണമെന്ന് പറയരുത്. പൈസ കൊടുക്കാണ്ട് ഭഗവാനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ നമുക്ക് നടത്തി തരും. അപ്പൊ നമുക്ക് എന്തെങ്കിലും വഴിപാട് ഭഗവാന് കാശ് കൊടുത്ത് വിലക്ക് വാങ്ങിക്കാൻ പാടില്ല എന്ന് ഭഗവാൻ. കാര്യം നടന്നതിന് ശേഷം എന്തെങ്കിലും സന്തോഷത്തിന് എന്തെങ്കിലും നമുക്ക് ചെയ്യാം. അല്ലാതെ നമ്മള് ഇപ്പൊ നമുക്കിപ്പോ ഒരു ജോലി കിട്ടണമെന്നുണ്ട്. നമ്മൾ 1000 ഉറുപ്പ്യ അല്ലെങ്കിൽ 100 ഉറുപ്പ്യയുടെ പണായതുകൊണ്ട് നമുക്ക് തരില്ല. ഇല്ലാന്ന് ആ സ്ഥലത്ത് നമ്മള് ഒന്നും കൊടുക്കാതെ ഭഗവാനോട് പറയണേ. വ്യാസം പറഞ്ഞതാ. ഉണ്ണിക്കുട്ടനെ വിളിച്ചു കഴിഞ്ഞാൽ വരും. നമ്മള് ഉണ്ണിക്കണ്ണനെ നമ്മള് ഗുരുവായൂർ പോകുമ്പോ എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോകാം. ഒന്നാലോ അവിലോ പഴോ അത് പറയുന്നുണ്ട്. കണ്ണനെ കാണുമ്പോ നമ്മൾ എന്തെങ്കിലും മിഠായിയോ നമുക്ക് ഇല്ല. അപ്പൊ നമ്മള് കൊടുക്കുക. പിന്നെ ഭഗവാനെ അറിയാവുന്ന നമുക്ക് ഓരോരോ സമയത്ത് എന്ത് തരണം, എന്ത് വേണം, നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെ വിനിയോഗിക്കും. നമുക്കിപ്പോ കൊറേ എന്തെങ്കിലും നമുക്കത് നോക്കാനും കഴിവില്ല കഴിഞ്ഞില്ലേ. അപ്പൊ ഭഗവാൻ ഓരോരോ സമയമാകുമ്പോ, അതായത് മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാവാൻ വേണ്ടിട്ട് ഭഗവാൻ എടുത്ത് വന്നിട്ട് കൊറേ ഭജിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോ ആ സമയം നമ്മളെ ഭഗവാൻ കൊടുത്തരുള്ളൂ നമുക്കത്. അല്ലാണ്ട് നമ്മള് ഭഗവാനെ വിലക്ക് മേടിക്കാൻ പാടില്ല. ഭഗവാൻ അറിഞ്ഞു തരും. പ്രഭാഷണം നല്ല പ്രഭാഷണം. നമുക്കെല്ലാവരും കേട്ട് ചിന്തിച്ച് ഇങ്ങനെ ആലോചിച്ചെടുക്കാണ്ട്. അതെവിടുന്നപ്പോ വാങ്ങിക്കണേ? നമ്മുടെ വീടിന്റെ മുന്നിലുണ്ട് മര. അത് ഉളുക്കിനൊക്കെ ഉള്ളതല്ലേ. നമ്മള് കുന്നിക്കുരുവിന്റെ അല്ല കഴുത്തെടുക്കാൻ പറ്റുന്ന പെരടി ഇറക്കാൻ പറ്റുന്ന നല്ല തൈല എണ്ണ എന്തെങ്കിലും പറ്റിയിട്ട് ഈ കുന്നിക്കൂര് അങ്ങോട്ട് പതിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ചൊറിച്ചിരിക്കണം. അപ്പൊ നീര് വലിച്ചെടുക്കുക. അത് കഴിഞ്ഞ് കഴുകി കളഞ്ഞ നമ്മൾ ഉളുക്ക് പോയി. പണ്ടത്തെ ആൾക്കാരൊക്കെ ചെയ്യണത് നമ്മളതൊക്കെ എപ്പോഴും തുടർന്നു. അപ്പൊ അത് വീണ് കിട്ടുമോ താഴെ? അങ്ങനെ മരിഞ്ഞ് അല്ല, അമ്പലത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് കിട്ടി പൊട്ടിച്ചു. ഇനി എത്ര നിക്കണേ എത്തും. മരല്ല ഒരു വെള്ളിയാണ്. വെള്ളി ഒരു മുളം പട്ടലുമ്പോ പോയി ഇങ്ങനെ ചുറ്റിക്കുക. നമ്മുടെ വീടിന്റെ പടിക്ക തന്നെ. ഇങ്ങനെ അമ്പലപ്പുഴ കൃഷ്ണന്റെ അവിടെ പോയിപ്പോ വെണ്ണ അങ്ങനെ കൊടുത്ത് കുഞ്ഞി പാത്രത്തിന് വെണ്ണ കൊടുത്തതാ. ആ പാത്രം ഒരു തിരിച്ചു തന്നു വെണ്ണോട് വിട്ട്. അപ്പൊ അത് കഴുകി വൃത്തിയാക്കി നിറച്ചാക്കി വെച്ചിട്ട് കൊണ്ടുനടക്കണം. നമ്മൾ ഈ സംഭവം നടക്കില്ല വെക്കണ്ടേ കൊണ്ടുപോണത്? ബണ്ണാരത്തിന്റെ മുകളിൽ വെക്കുക. അവിടെ വെക്കണ്ട. അവിടെ വെക്കുക. എന്തുണ്ടെങ്കിലും ബണ്ണാരത്തിന്റെ മുകളിൽ തന്നെ. മുകളില് എഴുതിയ ബുക്ക് പൊതിഞ്ഞ് അത് നല്ല സവിത പറയേ നമ്മള് പൊതിഞ്ഞ് ഭംഗിയാക്കി കൊണ്ടാക്കാൻ ബണ്ണാരത്തിന്റെ മുകളിൽ എഴുതിയ. അതെന്തോ കത്ത് എഴുതിയിട്ടുണ്ട് കൊറേ നാളെ. പക്ഷെ അത് കൊടുക്കാൻ മറക്കുക.
അവിടെ കൊണ്ടുവയ്ക്കാൻ. കണ്ണന് കത്ത് എഴുതിയിട്ടുണ്ട്. എഴുതിയിട്ടാ ഇപ്പഴാ ചേട്ടാ കഴിഞ്ഞ പോലെ എഴുതിയതാ. പക്ഷെ അത് കൊണ്ടുപോകാൻ മറക്കുക. അത് നന്നായിട്ട് ആ മണാരത്തിൽ വെച്ചിട്ട് അതിന്റെ മുകളിൽ വെച്ച് പ്രാർത്ഥിക്കും. ഭഗവാനെ വിളിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. ചെറിയ ചുമ വിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വരും. നടക്കുന്നായി പറഞ്ഞു. എല്ലാം നടത്തി തരും ഭഗവാൻ. ഞാൻ അറിയേണ്ട ഒന്നും ചെയ്യും. അത് ഏപ്രിലിൽ പറ്റിങ്ങ പോണമെന്നുണ്ട്. അങ്ങനെ പോകാൻ വേണമെങ്കിൽ നമ്മള് കാണില്ല, നമ്മളെ കാണില്ലോ. ഉത്സവത്തിന് പോയിട്ട് ഉത്സവത്തിന് അന്ന് പോയേ തൊഴാൻ കുറച്ച് തൊഴാൻ പറ്റിയ പറ്റിയില്ല, തിരക്ക്. തിരക്ക് ഗാനം ഭയങ്കര തിരക്കായി. ഉത്സവം അവസാനിക്കേണ്ട സമയമായിരുന്നു. ഏകാദശിക്ക് അങ്ങോട്ട് പോയി തോന്നുന്നുണ്ട്, പിന്നെ പോയിട്ടില്ലേ. ഈ വർത്തമാനൊക്കെ വർത്തമാനം ഇപ്പൊ തുടങ്ങി. സുഖ അവന് ചേച്ചി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നേരം വർത്താനം പറഞ്ഞിരിക്കും. അപ്പൊ അവന് സന്തോഷാ. വർത്താനം പറയാൻ കുറേ നേരം ഒരാളെ കിട്ടിയില്ല. ഞാനൊക്കെയാണെങ്കിൽ ഇടയിൽ ഓടി വന്നിട്ട് ഇടയ്ക്ക് ഒന്ന് ഇരിക്കുക. അപ്പൊ അവൻ തന്നെ പറയുന്നതിന്റെ ഇടയിൽ ചിലപ്പോൾ ഒന്നും മിണ്ടാണ്ടിരുന്നോടെ കുറെ പണിണ്ട് എന്നിട്ട് ഞാൻ അങ്ങോട്ട് ഓടും. അപ്പൊ ചേച്ചി വന്നവന് സുഖം. നഖം വെട്ടാറാവണുള്ള കുറച്ചും കൂടി നേരം വെട്ടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവൻ നല്ല വേദന എടുക്കും. ഈ മാംസം നഖമൊക്കെ ഒരേപോലെ വെള്ളത്തില് കുറച്ചും കൂടി വെള്ളം വെട്ടാൻ പറ്റുള്ളൂ. വെള്ളത്തിലിട്ടിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അവൻ കൈവരിക്കാൻ നിൽക്കുമ്പോ കൈവരിക്കാൻ നിൽക്കുമ്പോ എനിക്ക് ടെൻഷനാ. കാരണം സോഫ്റ്റാ, കൈയിന്റെ വെള്ളം കാലിന്റെ വെള്ളമൊക്കെ ജനിച്ച കുട്ടികളെ പോലെയാ സോഫ്റ്റാ. എനിക്ക് ഭയങ്കര പേടി വെട്ടാനായിട്ട്. എന്നെല്ലാം കൈവരിക്കുകയും ചെയ്യും. വെള്ളിയാഴ്ച ഇല്ല, അത് കുറച്ച് മണി വലുതായിട്ട് വെട്ടാൻ പറ്റില്ല. 2 ഒരാഴ്ച മണി കഴിയണം, എന്നാലും വെട്ടാൻ പറ്റില്ല. ഈ ഇതിൽ വെട്ടി അവന് വേദന എടുക്കും. അത്യാവശ്യം കുറച്ച് വളരണം. പലതൊന്നും ഭയങ്കര ഹാപ്പിയാ. വിജു വല്യമ്മ വന്നു, വർത്തമാനം പറഞ്ഞു. പിന്നെ ഓട്സ് കൊടുക്കാൻ 8 മണിയായി തോന്നുന്നുണ്ട്. അപ്പൊ ഒന്ന് മൂത്ത് ഒഴിപ്പിച്ചിട്ട് ഓട്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ചൂടാറ്റി കൊടുക്കാം. ഈ ചപ്പാത്തി വേണോ? അത് ചപ്പാത്തി കിട്ടാണ്ടായപ്പോ അമ്മ വേഗം ഓട്സ് ഉണ്ടാക്കി. എനിക്ക് നേരം വൈകണ്ട വെച്ചിട്ട് അത് വേണമെങ്കിൽ പിന്നെ കൊടുക്കാം. അതെന്താ അറിയോ, അത് കിട്ടണില്ല. എത്ര ഓർഡർ ചെയ്ത് നോക്കിയപ്പോ ഞാൻ നിനക്ക് വൈകണ്ട വെച്ച് ഞാൻ വേഗം ഓട്സ് ഉണ്ടാക്കി. ഇന്നൊരു വന്നപ്പോ പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ വെച്ചിട്ട് ചപ്പാത്തി ജയിലിൽ നിന്ന് പോയിട്ട് ചപ്പാത്തി വാങ്ങി. ഇവിടെ വിയൂര് സെൻട്രൽ ജയിലിൽ ഇപ്പൊ ചേച്ചിരമ്മ പോയിട്ട് ചപ്പാത്തി വാങ്ങി കൊടുന്നു. കറി പുറത്തുനിന്ന് ചപ്പാത്തി കിട്ടുമോന്നറിയില്ല. കുറേ നോക്കിയിട്ട് കിട്ടാണ്ടപ്പോ ഞാൻ വേഗം പോയി ഓട്സ് ഉണ്ടാക്കി. കാരണം അവന് ഭക്ഷണം കഴിക്കേണ്ട സമയമായില്ലേ, സമയം തെറ്റണ്ട വെച്ചിട്ട്. അപ്പോൾ നോക്കിയപ്പോൾ ചപ്പാത്തി ഉണ്ട്. വേണമെങ്കിൽ ഓട്സ് വെച്ചിട്ട് വേണമെങ്കിൽ കുറച്ച് ഒരു ചപ്പാത്തി ഒന്നും കഴിക്കില്ല, വേണമെങ്കിൽ കൊടുക്കാമല്ലോ. അപ്പം ആദ്യം ഓട്സ് കൊടുക്കാൻ വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾ കൊടുക്കാൻ പറഞ്ഞത്. വിദ്യാർത്ഥിക്ക് 3 ദിവസം ലീവാ. അതായത് വ്യാഴാഴ്ച, വെള്ളിയാഴ്ച, ശനിയാഴ്ച. ശനിയാഴ്ച ടീച്ചറുടെ പിന്നെ തിങ്കളാഴ്ച കല്യാണം, ടീച്ചറുടെ മോളുടെ കല്യാണം ഗുരുവായൂര്. പിന്നെ മോൻ 2 മോളെ അവിടെ പൈസ വെച്ചിട്ടുണ്ട് കേട്ടാ. പിന്നെ നമ്മുടെ മോള് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. സ്കൂൾ കൂട്ടി 2 ദിവസം നിൽക്കാൻ പറഞ്ഞു. അപ്പൊ വലിയ മോള് ലീവ് എടുക്കാൻ പറഞ്ഞു. ഞാൻ എനിക്ക് ലീവ് കിട്ടില്ല, മാർച്ച് സ്റ്റോക്ക് എടുപ്പും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പൊ ലീവ് കിട്ടില്ല. അല്ല, ഇപ്പൊ മാർച്ച് കഴിഞ്ഞു, പക്ഷെ ഏപ്രിലാണ് സ്റ്റോക്ക് എടുപ്പ്. മാർച്ച് അവസാനം ഞങ്ങൾക്ക് സ്റ്റോക്ക് എടുപ്പ്, പക്ഷെ അവിടെ സ്റ്റോക്ക് എടുപ്പ് ഏപ്രിലാണ് വരിക. ഏപ്രില് അപ്പൊ അതിലെന്തെങ്കിലും വശപ്പശക ഉണ്ടെങ്കിൽ നമുക്കത് ബാധിക്കും. അപ്പൊ എന്താ കണക്കില് വ്യത്യാസം വന്നു. അപ്പൊ എന്താ വെച്ചാൽ ഏപ്രിലിൽ ലീവ് എടുക്കുക എളുപ്പമല്ല. പിന്നെ തന്നെയല്ല മുടക്കോളുള്ളതല്ല. ഇനിയിപ്പോ 9-ാം തീയതി നമുക്ക് ഇലക്ഷൻ, അത് കഴിഞ്ഞ വിഷു, അതിനൊക്കെ ബുദ്ധിമുട്ടല്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇതിന് നേരത്തെ വരാം. അപ്പൊ അവള് പറഞ്ഞു പാചകം പുറത്തുനിന്നൊന്നും നമുക്ക് വാങ്ങിക്കണ്ട, ഞാൻ എല്ലാം അവള് ചെയ്തോളാന്ന് പറഞ്ഞു. അവൾക്കത് ഇഷ്ടാ, എല്ലാം ഉണ്ടാക്കും. സാധനങ്ങൾ അടുപ്പിച്ചു കൊടുക്കണം. അരിഞ്ഞു കൊടുത്താൽ ഇഷ്ടമാണ്, പക്ഷെ അരിഞ്ഞില്ലെങ്കിലും അവള് ഒപ്പിച്ചോളും. എല്ലാം ഭംഗിയായി ചെയ്തു. സാൻഡ്വിച്ച് ഉണ്ടാക്കണം, ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണം, ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞാൽ എന്ത് കണി ഉണ്ടാക്കിയോളൂ, സാധനങ്ങൾ മേടിച്ചോളും നേരം. അപ്പൊ അമ്മാവനോട് പറയാം, അമ്മാവൻ വാങ്ങിച്ചുകൊണ്ടിരും, മരുമകൾ ഉണ്ടാക്കുക, അമ്മൂമ്മയും അമ്മാവനും കഴിക്കുക. അപ്പം ചിരിച്ചു. ഇപ്പൊ നാളെ വിദ്യാച്ച് ഗുരുവായൂർ പോവാ. കാലത്ത് പോവും. അവള് പോണില്ലേ ഒന്നും തൊഴാൻ. ഞാൻ പോണില്ല, എനിക്ക് നീ പോട്ടില്ല. അവള് കാലത്ത് പോവും.
അവള് രണ്ടാൾക്ക് പഞ്ച് വണ്ടി മധുപ്പുള്ളിയുടെ അവിടെ മധുപ്പുള്ളി കൊണ്ടയ്ക്കും. എന്നിട്ട് അവിടുന്ന് ബസ്സിൽ പോകും. എന്നിട്ട് മമ്മിയൂര് ഇറങ്ങി മമ്മിയൂര് തൊഴുത് അവിടുന്ന് ഗുരുവായൂർക്ക് പോകും. നടക്കുന്നു മമ്മിയൂരിന്റെ അവിടെ ശരിക്ക് ഗുരുവായൂർ തൊഴണമെങ്കിൽ മമ്മിയൂര് തൊഴുതാലാണ് അതിന്റെ ഫലം കിട്ടുക പറഞ്ഞ. ഞാൻ എത്രയോ കാലമായി ഞാൻ പോയിട്ട് തങ്കേച്ചിക്കുള്ള സമയത്ത് പോയിട്ടുള്ളതാ. കേട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ മമ്മിയൂരിന് അവിടെ കേട്ടത് ഒരു കോട്ട ഗുരുവായൂർ അടുത്താണ് മമ്മിയൂര്. ആ അടുത്തന്നെ. അത് നമ്മള് ഭഗവതി അമ്പലത്തിൽ നിന്നിട്ട് മമ്മിയൂരപ്പനെ തൊഴുന്നില്ലേ, അവിടെ നിന്ന് തൊഴിൽ നമ്മള് വിചാരിച്ച തൊഴില്ലേ അവിടെ അടുത്താണ്. പുന്നത്തൂര് കോട്ട ഞാൻ വലിയമ്മ കണ്ടിട്ടില്ല ചേട്ടാ, ആനക്കോട്ട കണ്ടിട്ടില്ല ചേട്ടാ അത്രയും കാലമായിട്ട്. പറയുമ്പോ ആമേച്ചറ് വീടൊക്കെ അവിടെ അടുത്താ. എല്ലായിടത്തേക്കും പൈസ കൊടുത്ത് ബാക്കി പൈസ ഇത് കടായി വെജിറ്റബിള് വാങ്ങിയത് പൈസ ബാക്കി ചാമ്പളീസിലെ ഗൂഗിൾ പേ ചെയ്തത്. ഞമ്മ ഭക്ഷണം തരട്ടെ, ഭക്ഷണം കൊടുക്കട്ടെ കേട്ടാ.